വെൽക്കം ഓൾ ഓഫ് യു. തൈമോനാണ്. ഈ വീഡിയോ ബീറ്റ ബ്ലോക്കേഴ്സിനെ പറ്റിയാണ്. സിമ്പതോലിറ്റിക്സ് എന്ന ഹെഡിങ്ങിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൃദയ സംബന്ധമായിട്ടുള്ളതും ദെൻ അമിത രക്തസമ്മർദ്ദത്തിനെതിരെയും മറ്റു പലവിധ ബഹുമുഖ ഉപയോഗങ്ങളുള്ള പ്രധാനപ്പെട്ട മരുന്നുകളാണ് ഈ ബീറ്റ ബ്ലോക്കേഴ്സ് വിഭാഗം മരുന്നുകൾ. ഫാർമക്കോളജി ഓഫ് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തെല്ലാം പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ബീറ്റ റിസപ്റ്റേഴ്സിനെ പറ്റി പറയണം. ബീറ്റ റിസപ്റ്റേഴ്സ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബീറ്റ റിസപ്റ്റർ. 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയും. ക്ലാസിഫിക്കേഷൻ ഓഫ് ബീറ്റ റിസപ്റ്റർ ബ്ലോക്കർ. നമ്മൾ ബീറ്റ റിസപ്റ്റർ ബ്ലോക്കറിനെ പറ്റിയാണല്ലോ പറയുന്നത്. ദെൻ കൈനറ്റിക്സ് പറയണം. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ അത് നമ്മൾ പറയാം. ദെൻ യൂസസ് പറയണം. അഡ്വേഴ്സ്. സോ വി ആർ ഡിസ്കസിങ് ഫാർമക്കോളജി ഓഫ് ബീറ്റ ബ്ലോക്കേഴ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യം എന്താണ് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് വിച്ച് ബ്ലോക്സ് ദ ബീറ്റ റിസപ്റ്റർ. ബീറ്റ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ ആരെയാണ് ശരിക്കും ബ്ലോക്ക് ചെയ്യുക? നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് നോർ അഡ്രിനാലിനെയും അഡ്രിനാലിനെയുമാണ്. നോർ അഡ്രിനാലിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അഡ്രിനാലിൻ ബ്ലഡിലൂടെ, കിഡ്നിയിൽ അഡ്രീനൽ ഗ്ലാൻഡിൽ ഉണ്ടായി ബ്ലഡിലൂടെ വരുന്നതാണ്. സോ ഇതിന്റെ രണ്ടിന്റെയും ആക്ഷൻസ് ആണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. സോ ദീസ് ആർ ബേസിക്കലി സിമ്പതോലിറ്റിക് ഡ്രഗ്സ്. സിമ്പതോമിമെറ്റിക്കിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നോർ അഡ്രിനാലിനും അഡ്രിനാലിനും. സോ അതിനെ തടയുന്നതുകൊണ്ട് സിമ്പതോലിറ്റിക് ഡ്രഗ് ആണ്. സോ ദീസ് ആർ സിമ്പതോലിറ്റിക്സ്. വേറെ സിമ്പതോലിറ്റിക് ആൽഫ ബ്ലോക്കേഴ്സും സിമ്പതോലിറ്റിക് തന്നെയാണ്. ഇനി ബീറ്റ റിസപ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞാൽ, ബീറ്റ റിസപ്റ്റേഴ്സ് നമുക്കറിയാം 3 തരമാണ് പ്രധാനപ്പെട്ടത്. ബീറ്റ 1 ഉണ്ട്, ബീറ്റ 2 ഉണ്ട്, ബീറ്റ 3 ഉണ്ട്. 3 പ്രധാനപ്പെട്ട 3 ബീറ്റ റിസപ്റ്റേഴ്സ് ആണ്. സോ ബീറ്റ 1 എവിടെയാണ്? ബീറ്റ 1 പ്രധാനമായിട്ടും ഹേർട്ടിലാണ്, ഹൃദയത്തിലാണ് ബീറ്റ 1. ദെൻ ബീറ്റ 1 കിഡ്നിയിലുണ്ട്, കിഡ്നിയിലും ബീറ്റ 1 ഉണ്ട്. ജെക്സ്റ്റാഗ്ലോമറുലാർ ഏരിയ അവിടെ എല്ലാം ബീറ്റ 1 ഉണ്ട്. ബീറ്റ 2 പ്രധാനമായിട്ടും സ്മൂത്ത് മസിൽസിലാണ് ബീറ്റ 2 ഉള്ളത്. ദെൻ സ്കെലിറ്റൽ മസിൽസിലും ബീറ്റ 2 ഉണ്ട്. സ്കെലിറ്റൽ മസിൽസിലും ബീറ്റ 2 നമുക്ക് ധാരാളമായിട്ട് കാണാം. ദെൻ സ്കെലിറ്റൽ മസിലിലെ ബ്ലഡ് വെസലിനകത്ത് ബീറ്റ 2 ആണ്. അവിടെയുള്ള സ്മൂത്ത് മസിൽ അതിനകത്ത് ബീറ്റ 2 റിസപ്റ്റർ. ദെൻ പിന്നെ ലങ്സിലുണ്ട്, ഓക്കെ, ലിവറിലുണ്ട്, GIT-യിലുണ്ട്, ദെൻ യൂട്രസിലുണ്ട്. സോ ഇവിടെ എല്ലാം ബീറ്റ 2 റിസപ്റ്റേഴ്സ്. സോ ബീറ്റ 2 പ്രധാനമായിട്ടും അതർ മസിൽസ്, സ്മൂത്ത് മസിൽസിലും സ്കെലിറ്റൽ മസിലും ആണുള്ളത്. ബീറ്റ 1 പ്രധാനമായിട്ടും കാർഡിയാക് മസിൽസിലാണ്. ദെൻ ബീറ്റ 3 ഫാറ്റിനകത്താണ്, അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂലുണ്ട്. ദെൻ യൂറിനറി ബ്ലാഡറിൽ ബീറ്റ 3 ഉണ്ട്. ഈ 2 സ്ഥലത്താണ് ബീറ്റ 3 കൂടുതലായിട്ടുള്ളത്. ദെൻ എല്ലാ ബീറ്റ റിസപ്റ്റേഴ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ബീറ്റ റിസപ്റ്റേഴ്സ് എല്ലാം ആക്ട് ചെയ്യുന്നത് GS പാത്വേ ആണ്, അല്ലെ? എല്ലാം പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് വഴി GS പാത്വേ വഴി ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇൻക്രീസ് സൈക്ലിക് AMP. സോ ഈ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇത് ബ്ലോക്ക് ആവും. സോ എല്ലാം അടിസ്ഥാനപരമായിട്ട് ദേ ആർ ആക്ടിങ് ഇൻഹിബിറ്റിംഗ് ദ GS പാത്വേ. സോ ദിസ് ദ ബേസിക് മെക്കാനിസം ഓഫ് ആക്ഷൻ. നമുക്ക് ഇവയൊന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ നേരത്തെ ക്ലാസിഫൈ ചെയ്തിരുന്നത് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ്. ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നോൺ സെലക്റ്റീവ് എന്നാണ് വരുന്നത്. ദെൻ കാർഡിയോ സെലക്റ്റീവ് ആണ് അടുത്തത്. കാർഡിയോ സെലക്റ്റീവ്. പിന്നെ ഉള്ളത് ഡ്രഗ്സ് വിച്ച് ക്യാൻ ബ്ലോക്ക് ബീറ്റ പ്ലസ് ആൽഫ ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ്. സോ ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ആദ്യം. സോ അപ്പൊ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു ബീറ്റ ബ്ലോക്കർ എന്ന് പറയുന്നത് ഒറ്റ ഒരു മരുന്നല്ല, ഒറ്റ ഒരു ടൈപ്പ് മരുന്നല്ല, പല ഗ്രൂപ്പ് മരുന്നുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. സോ ഏതെങ്കിലും ഒരു, ഇപ്പോൾ പ്രൊപ്രാനോളിന് പകരം നമുക്ക് നേരെ അറ്റനലോൾ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ക്ലാസിഫൈ ചെയ്യുന്നത്, ഇപ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻസ് ആയിട്ടാണ്. 1ാം തലമുറ ഫസ്റ്റ് ജെൻ ബീറ്റ ബ്ലോക്കർ, ഞാനത് എഴുതുന്നില്ല. ദെൻ സെക്കൻഡ് ജെൻ 2ാം തലമുറ ബീറ്റ ബ്ലോക്കർ, ആൻഡ് 3rd ജനറേഷൻ ബീറ്റ ബ്ലോക്കർ, 3ാം തലമുറ ബീറ്റ ബ്ലോക്കർ. ഫസ്റ്റ് ജനറേഷൻ ആർ സെയിം ആസ് നോൺ സെലക്റ്റീവ്. ഫസ്റ്റ് ജനറേഷൻ അപ്പൊ നമുക്ക് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് തന്നെ വിളിക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ എന്ന് പറഞ്ഞാൽ? ബീറ്റ റിസപ്റ്റേഴ്സ് നമ്മൾ 3 തരം കണ്ടു. ഇതിൽ ആരോടും പ്രത്യേക പരിഗണനയില്ല, 3നെയും ബ്ലോക്ക് ചെയ്യും. സോ ബീറ്റ 1 = ബീറ്റ 2 = ബീറ്റ 3. 3 പേരും തുല്യരാണ്. പക്ഷെ എങ്കിലും ബീറ്റ 3യുടെ പ്രവർത്തനം അത്ര വ്യാപകമല്ലാത്തതുകൊണ്ട് ബീറ്റ 1 ആൻഡ് ബീറ്റ 2 ബ്ലോക്ക് ചെയ്യുന്നതാണ് കൂടുതലായിട്ടുള്ള ആക്ഷൻ. സോ എല്ലാ ബീറ്റ ബ്ലോക്കേഴ്സും അവസാനിക്കുന്നത് ഫസ്റ്റ് ജനറേഷനായാലും സെക്കൻഡ് ജനറേഷനായാലും 3rd ജനറേഷനായാലും എല്ലാം അവസാനിക്കുന്നത് ലോളിലായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ ഓളിലായിരിക്കും അവസാനിക്കുന്നത്.
കമ്പനി. സോ ഫസ്റ്റ് ജനറേഷൻ മരുന്നുകൾ ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എഴുതുന്ന എല്ലാം പി വെച്ചിട്ടാണ്. പി ഫോർ പ്രൊപ്രാനലോൾ ആണ് ആദ്യത്തെ, പ്രൊപ്രാനലോൾ. ദെൻ പിൻഡോ എന്ന് എഴുതുക, പിൻഡോലോൾ ഞാൻ എഴുതുന്നില്ല. പെൻബ്യൂട്ടലോൾ. സോ ഇത് മൂന്നും പി വെച്ചിട്ടാണ് തുടങ്ങിയത്. ഇനി വേറൊരു പ്രധാനപ്പെട്ടത് നാഡോലോൾ ആണ്. നാഡോലോൾ പി അല്ല എൻ ആണ്, നാഡോലോൾ. ഇനി തുള്ളിമരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബീറ്റാ ബ്ലോക്കർ ഉണ്ട്, അത് ടി വെച്ചിട്ടാണ്, ടിമോലോൾ. ദെൻ പിന്നെ വരണുള്ളത് സോട്ടലോൾ ആണ്, സോട്ടലോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനായിരുന്നു? ആന്റി അരിത്മിക് ഡ്രഗ്സ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അത് നമ്മൾ ക്ലാസ് 3 ആന്റി അരിത്മിക് ആണ്. അതിൽ ക്ലാസ് 2 ബീറ്റാ ബ്ലോക്കർ ആണ്, പക്ഷെ ആ ബീറ്റാ ബ്ലോക്കറിൽ പെടുത്താതെ ക്ലാസ് 3 ആന്റി അരിത്മിക് ഡ്രഗിലാണ് നമ്മൾ പെടുന്നത്. അതിൽ ഈ പ്രൊപ്രാനലോൾ ആണ് ഫസ്റ്റ്, ആദ്യത്തെ ബീറ്റാ ബ്ലോക്കർ എന്ന് പറയുന്നത് പ്രൊപ്രാനലോൾ ആണ്. ആൻഡ് ഏറ്റവും കൂടുതൽ വൈഡ് ആക്ഷൻ ഉള്ളതും ഈ പ്രൊപ്രാനലോൾ ആണ്. വൈഡ് യൂസസ് ഒക്കെ ഉള്ള പ്രൊപ്രാനലോൾ എന്ന് മരുന്നാണ്. സോ ബീറ്റാ ബ്ലോക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മരുന്നിനെ എടുത്ത് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പ്രോട്ടോടൈപ്പ് ഡ്രഗ് എന്നാണ്. സോ പ്രൊപ്രാനലോൾ ആണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ഡ്രഗ് ആയിട്ട്. ഈ ഗ്രൂപ്പിനെയൊക്കെ ഒന്ന് വർണ്ണിക്കാൻ വിവരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നിന്റെ പേര് പ്രൊപ്രാനലോൾ ആണ്. ഇനി സോട്ടലോളിന് പൊട്ടാസ്യം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് ക്ലാസ് 3 ആന്റി അരിത്മിക്കിൽ നമ്മൾ പെടുത്തിയത്, പൊട്ടാസ്യം ബ്ലോക്കിംഗ് പ്രോപ്പർട്ടി. ഇനി ടിമലോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടിമലോൾ ഒരു റെസിമിക് മിക്സ്ചർ ആണ്. റെസിമിക് മിക്സ്ചർ അല്ല, ബാക്കി എല്ലാ ബീറ്റാ ബ്ലോക്കേഴ്സും റെസിമിക് മിക്സ്ചർ ആണ്. റെസിമിക് മിക്സ്ചർ എന്ന് വെച്ചാൽ എന്താ? ഡിയും എല്ലും ഐസോമേഴ്സ് കൂടിച്ചേരുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഓക്കെ, സോ അതാണ് ഒരു വ്യത്യാസം ടിമലോൾ. ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷൻ ബീറ്റാ ബ്ലോക്കർ നോക്കാം. സെക്കൻഡ് ജനറേഷൻ ഈസ് സെയിം ആസ് കാർഡിയോ സെലക്റ്റീവ് ബീറ്റാ ബ്ലോക്കേഴ്സ് തന്നെയാണ് സെക്കൻഡ് ജനറേഷൻ. സോ ഹൃദയത്തിലെ ബീറ്റാ 1, ഹൃദയത്തിലാണ് പ്രധാനമായിട്ടും ബീറ്റാ 1 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ ഉള്ളത് കിഡ്നിയിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആക്ഷൻ മാത്രമാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുക. സോ അതുകൊണ്ടാണ് ഇതിനെ കാർഡിയോ സെലക്റ്റീവ് ബീറ്റാ ബ്ലോക്കർ എന്ന് പറയാം. ബീറ്റാ 1ലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്കിംഗ്, കുറച്ച് ബീറ്റാ 2ൽ കാണും, അപൂർവമായ ബീറ്റാ 3ലും കാണും. ഇതാണ് പ്രധാനമായിട്ടും ബ്ലോക്ക് ചെയ്യുന്ന റിസപ്റ്റർ. ഇനി മരുന്നുകൾ പ്രധാനപ്പെട്ട ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറ്റനലോൾ ആണ്, അറ്റനലോൾ. ദെൻ മെറ്റോപ്രലോൾ ആൻഡ് അറ്റനലോൾ ആണ് പ്രധാനപ്പെട്ട ഏറ്റവും വൈഡ് ആയിട്ട് ഉപയോഗിക്കുക. ഇനി രണ്ടെണ്ണം പറയുകയാണെങ്കിൽ അസിബ്യൂട്ട, പിന്നെ ലോൾ എഴുതിക്കോളുക, ലോൾ. ദെൻ പിന്നെ ഉള്ളത് ബിസോപ്രോ ലോൾ. ഇതാണ് മറ്റ് രണ്ടെണ്ണം. ഇനി രണ്ടുപേരും കൂടി ഉണ്ട്, അത് രണ്ടും IV ആയിട്ട് മാത്രം കൊടുക്കുന്നതാണ്, ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ പേര് എസ്മോലോൾ ആണ് ഒരെണ്ണം, എസ്മോലോൾ. പിന്നെ ഒരെണ്ണം ലാൻഡിയോലോൾ ആണ്, ലാൻഡിയോലോൾ US-ലോ ഇന്ത്യയിലൊന്നും അവൈലബിൾ അല്ല. ഈ ലാൻഡിയോലോൾ ചൈനയിലാണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മരുന്ന്. ഇനി ഈ ഗ്രൂപ്പിൽ എല്ലാം കാർഡിയോ സെലക്റ്റീവ് ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ചോദ്യം വരികയാണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് കാർഡിയോ സെലക്റ്റീവ് ബീറ്റാ ബ്ലോക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡിയോലോളാണ് ഏറ്റവും കൂടുതൽ ബീറ്റാ 1ൽ മാത്രം ആക്ഷൻ ഉള്ള മരുന്ന്. ഇന്ത്യയിലും ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇന്ത്യയിലെ കണ്ടീഷൻസിലാണെങ്കിൽ അല്ലെങ്കിൽ US-ലേക്ക് കണ്ടീഷൻസിലാണെങ്കിൽ നമ്മൾ എസ്മോലോൾ എന്നായിരിക്കും ഉത്തരം എഴുതുക. പക്ഷേ യഥാർത്ഥത്തിൽ ലാൻഡിയോലോൾ ആണ് മോസ്റ്റ് കാർഡിയോ സെലക്റ്റീവ് ബീറ്റാ ബ്ലോക്കർ. ഇനി നമുക്ക് കാണേണ്ട തേർഡ് ജനറേഷൻ ആണ്. തേർഡ് ജനറേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബീറ്റാ ബ്ലോക്കർ ആണ്. ഈ ബീറ്റാ ബ്ലോക്കിംഗ് അല്ലാതെ മറ്റ് പ്രത്യേകമായിട്ട് വേറെ ആക്ഷൻസ് ഉള്ളതാണ്. ആൻഡ് പ്രത്യേകമായിട്ട് കൂടുതലുള്ള പ്രത്യേകമായിട്ടുള്ളതിനാണ് അഡീഷണൽ എന്ന് പറയാം. അഡീഷണൽ വാസോ ഡയലേറ്റിംഗ് ആക്ഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ അവയെ തേർഡ് ജനറേഷൻ എന്ന് പറയാം. അത് വ്യത്യസ്തമായ ആക്ഷൻ ആണ്, പലവിധ ടൈപ്പുള്ള ആക്ഷൻ ആണ്. സോ വാസോ ഡയലേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഗുണം? ഇറ്റ് ക്യാൻ ഡിക്രീസസ് ദ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന മരുന്നുകൾ കൂടിയാണ്. സോ ഈ മരുന്നുകളെ നമുക്ക് വീണ്ടും കാർഡിയോ സെലക്റ്റീവ് എന്ന് വിളിക്കാം, കാർഡിയോ സെലക്റ്റീവ് ബീറ്റാ ബ്ലോക്കേഴ്സ്. ദെൻ നോൺ സെലക്റ്റീവ് ബീറ്റാ ബ്ലോക്ക്, ഇത് തന്നെ വീണ്ടും നോൺ സെലക്റ്റീവ് ആൻഡ് കാർഡിയോ സെലക്ട്. സോ നോൺ സെലക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഈസ് കാർട്ടിയോലോൾ ആണ്, വീണ്ടും ഒരു C വെച്ചിട്ടാണ്, കാർവെഡിലോൾ. ദെൻ ലബെറ്റലോൾ ആണ്, എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ കാർഡിയോ സെലക്ടിവിറ്റി കൂടുതലുള്ളത് ബീറ്റാക്സാലോൾ ആണ്, ദെൻ സെലിപ്രോലോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ നെബിവോലോൾ എന്ന് പറയുന്ന മരുന്ന്. സോ ഞാൻ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് എഴുതി മാത്രമേ ഉള്ളൂ. ഇനിയും ധാരാളം തേർഡ് ജനറേഷൻ ബീറ്റാ ബ്ലോക്കേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, ഞാനത് പറയുകയും ചെയ്യും. സോ അത് മെക്കാനിസം പറയുമ്പോൾ ഞാൻ പറയാം. ജസ്റ്റ് ഒരു എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, ഇത്രയും മരുന്നുകൾ എന്ന് പറഞ്ഞ് എഴുതാനാണെങ്കിൽ ഇത്ര എഴുതാം. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്.
MAO, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ബീറ്റ ബ്ലോക്കേഴ്സ്. ബീറ്റ ബ്ലോക്കേഴ്സ് നേരിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ BP എങ്ങനെ കുറയ്ക്കും എന്ന് നമുക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ബിക്കോസ് രക്തക്കൊഴലുകളെ ചുരുക്കുന്ന മരുന്ന് എങ്ങനെയാണ് BP കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ബിക്കോസ് ദിസ് ഡ്രഗ്സ് ഹാസ് വൈഡ് വെറൈറ്റി ഓഫ് യൂസസ്, പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു എന്ന അടിസ്ഥാനത്തിലുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ BP കുറയ്ക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ഒന്ന് β1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും. β1 റിസപ്റ്റർ ബ്ലോക്കിംഗ്. β1 എവിടെയാണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി അറിയാം. β1 ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ β1 തടയുമ്പോൾ എന്താ സംഭവിക്കും? 3 കാര്യങ്ങൾ കുറയും. ഹൃദയത്തിന്റെ പ്രവർത്തനം മൊത്തം കുറയും. പ്രവർത്തനം എന്ന് പറയുമ്പോൾ 1 കൺട്രാക്ടിലിറ്റി ആണ്. കൺട്രാക്ടിലിറ്റി എന്ന് വെച്ചാൽ ഹൃദയം സങ്കോചിക്കുന്നതിന്റെ ആ ഫോഴ്സ് കുറയും. ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറയും. സോ കൺട്രാക്ടിലിറ്റി കുറയും. ദെൻ ഇവിടെ SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, കണ്ടക്ടിവിറ്റി എന്ന് പറയും. കണ്ടക്ടിവിറ്റി കുറയ്ക്കും. SA നോഡിലും ബ്ലോക്ക് ചെയ്യും, AV നോഡിലും. സോ കണ്ടക്ടിവിറ്റി കുറയും. ദെൻ പിന്നെ കുറയുന്നത് ഹൃദയത്തിന്റെ ഓട്ടോമാറ്റിസിറ്റി ആണ്. ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്നത് SA നോഡാണ് പ്രധാനമായിട്ടും ഡിറ്റർമിൻ ചെയ്യും. ഇവിടെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിസിറ്റി കുറയും. സോ ഓൾ ദീസ് ആർ ഡിക്രീസ്. കണ്ടക്ടിവിറ്റി, കൺട്രാക്ടിലിറ്റി ആൻഡ് ഓട്ടോമാറ്റിസിറ്റി കുറയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ബ്ലഡിന്റെ എമൗണ്ട് കുറയും അല്ലെ, ബ്ലഡ് കുറയും. ബ്ലഡ് കുറയുന്നതിനെ നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്നാണ് പറയുക. കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ഡിക്രീസ്. അപ്പൊ തുടർച്ചയായിട്ട് ഹൃദയത്തിൽ നിന്നുള്ള കാർഡിയാക് ഔട്ട്പുട്ട് ഇങ്ങനെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ഇതാണ് ബ്ലഡ് വെസൽ, ആർട്ടറി. ഇവിടെയുള്ള ബ്ലഡ് പ്രഷർ കുറയും. ഇപ്പോൾ ബ്ലഡ് പ്രഷർ കുറയുന്നത് എവിടെയാണ്? സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ് കുറയുന്നത്. ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അല്ല കുറയ്ക്കും. സോ ദീസ് ഡിക്രീസസ് ദ സിസ്റ്റോളിക് BP. ഡയസ്റ്റോളിക് കുറയ്ക്കുന്നത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ടു. അതേതായിരുന്നു? 3rd ജനറേഷൻ ആണ് നമ്മൾ ഡയസ്റ്റോളിക് BP കുറയ്ക്കും. ബാക്കി രണ്ടും സിസ്റ്റോളിക് BP ആണ് കുറയ്ക്കുക എന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ആക്ഷനും β1 ആണ്. β1 പിന്നെ ഉള്ള ഒരു സ്ഥലം നമ്മൾ പറഞ്ഞത് കിഡ്നിയിലാണ് അല്ലെ. കിഡ്നിയിൽ നിന്ന് റെനിൻ ഉണ്ടാവുന്നുണ്ട്. ഈ റെനിൻ ഉണ്ടാവുമ്പോൾ അത് സിമ്പതറ്റിക് ഡിസ്ചാർജ് ഉണ്ടാക്കും. അത് വീണ്ടും ഹൃദയത്തിൽ പ്രവർത്തനം കൂട്ടും. സോ ഇതെല്ലാം തടയും. ഈ ആക്ഷൻസ് എല്ലാം തടയുമ്പോൾ ദെൻ ഇവിടെയുള്ള ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് അവിടെ നിന്നുണ്ടാവുന്ന റെനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. സോ ഓൾ ടുഗദർ നോക്കുമ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ will decrease. So ഇങ്ങനെയാണ് ബ്ലഡ് പ്രഷർ കുറയുക. സോ ഇത് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ബീറ്റ ബ്ലോക്കർ. ഇനി β2 റിസപ്റ്റർ രണ്ടാമത്തെ കേസ്. β2 റിസപ്റ്റർ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത് സ്കെലിറ്റൽ മസിൽസിലുണ്ട്. സ്കെലിറ്റൽ മസിൽസിലുള്ള ബ്ലഡ് വെസലുകളിൽ ഉണ്ട്. അത് β2 എന്താ ചെയ്യുക? β2 ഇതിനെ ഡയലേറ്റ് ചെയ്യാണ്. β2ന്റെ പ്രവർത്തനമാണ് ഞാൻ പറയാം. ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യലാണ് β2ന്റെ പണി. നമ്മൾ കൊടുക്കുന്ന മരുന്ന് β2 ബ്ലോക്കർ ആണ്. β2 ബ്ലോക്കർ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യേണ്ടതിന് പകരം ചുരുങ്ങുന്നു അല്ലെ. ബ്ലഡ് വെസലുകൾ ചുരുങ്ങുകയാണ്. അപ്പൊ സത്യത്തിൽ BP എന്ത് ചെയ്യണം? ബ്ലഡ് പ്രഷർ വിൽ ഇൻക്രീസ്. ഏത് ബ്ലഡ് പ്രഷർ ആണ്? തിരിച്ചു പോകുന്ന ബ്ലഡ് പ്രഷർ ആണ്. സോ ആക്ച്വലി ദിസ് ഇൻക്രീസസ് ദ ഡയസ്റ്റോളിക് blood pressure. So beta blockers will reduces the systolic blood pressure, but this can increases the diastolic blood pressure. So ഈ പ്രവർത്തനം നമ്മൾ ചില രോഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ദോഷഫലങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് മൂലം കാർഡിയക് ഔട്ട്പുട്ട് കുറയുമ്പോൾ ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ യൂസ് ദിസ് ടു റെഡ്യൂസ് ദ ബ്ലഡ് പ്രഷർ. അപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതാണ് പ്രധാനപ്പെട്ട എഫക്ട്. ഇനി തേർഡ് ജനറേഷൻ ബീറ്റ ബ്ലോക്കറിനെ പറ്റി നമ്മൾ പറഞ്ഞു. ദേ ഹാവ് അഡീഷണൽ വാസോഡയലേഷൻ. അഡീഷണൽ മെക്കാനിസംസ് ഉണ്ട്. എന്തിനാണ്? വാസോഡയലേഷൻ ഓർ വാസോഡയലറ്റേഷൻ. ഇതിനുള്ള അഡീഷണൽ മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവ എന്ത് ചെയ്യും? ദേ വിൽ ഡിക്രീസ് ദ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഓൾസോ. ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും കുറയ്ക്കാനായിട്ട് തേർഡ് ജനറേഷൻ ബീറ്റ ബ്ലോക്കേഴ്സിന് പറ്റും. എങ്ങനെയാണ്? വൺ മെക്കാനിസം, ഡിഫറെന്റ് മെക്കാനിസം ഉണ്ട്. രക്തക്കുഴലുകൾ. ഇപ്പൊ ഇത് രക്തക്കുഴലാണെങ്കിൽ ഇവിടെയുള്ള സെൽ, ഇതിനെ നമ്മൾ എൻഡോത്തീലിയൽ സെൽസ്. എൻഡോത്തീലിയൽ സെൽസ് ലോക്കലായിട്ട് നൈട്രിക് ഓക്സൈഡ് വിടാൻ പറ്റും. നൈട്രിക് ഓക്സൈഡ് വിടാനുള്ള കഴിവുണ്ട്. ഈ നൈട്രിക് ഓക്സൈഡ് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യാൻ പറ്റും. സോ നൈട്രിക് ഓക്സൈഡ് വിട്ടിട്ടാണ് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നത്. സോ നൈട്രിക് ഓക്സൈഡ് N വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ മരുന്നുകളുടെ പേരും N വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് നെബിവോലോൾ അങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വേറൊരെണ്ണം നിപ്രാഡിലോൾ എന്ന് പറയുന്ന മരുന്നും ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഒരു മെക്കാനിസം, അഡീഷണൽ മെക്കാനിസം. രണ്ടാമത്തെ മെക്കാനിസം, സെക്കൻഡ് മെക്കാനിസം നമ്മൾ പറയുന്നത് നൈട്രസ് ഓക്സൈഡിനെ പുറത്തു വിടുന്നവ തന്നെയാണ്. സോ ദേ ഹാവ് നൈട്രസ് ഓക്സൈഡ് റിലീസിങ് ആക്ഷൻ പ്ലസ്
അഡീഷണലി പിന്നെന്താ ഉള്ളത്, ദേ ഹാവ് ബീറ്റ ടു അഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ട്. ബീറ്റ ടു അഗോണിസ്റ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പഠിക്കുന്നത് ബീറ്റ ബ്ലോക്കർ ആണ്, നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് ഈ പറയുന്നത്. സോ സം ഡ്രഗ്സ് ഹാസ് ബീറ്റ ടു അഗോണിസ്റ്റിക് ആക്ഷൻ. ബീറ്റ ടു അഗോണിസ്റ്റിക് ആക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ്, രക്തക്കൊള്ളുകളെ വികസിപ്പിക്കാനുള്ള കഴിവ്. ബീറ്റ ബ്ലോക്കർ എന്ന് വെച്ചാൽ രക്തക്കൊള്ളുകളെ ചുരുക്കാനുള്ള കഴിവാണ്. സോ ഈ ആക്ഷൻ ഉള്ള മരുന്നുകളാണെങ്കിൽ അവയ്ക്ക് രക്തക്കൊള്ളുകളെ വികസിപ്പിക്കാം, ഡിക്രീസ് ദ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഏതെല്ലാമാണ് മരുന്നുകൾ? സെലിപ്രോലോൾ ആണ് ഒരെണ്ണം, കാർട്ടിയോലോൾ, ദെൻ പിന്നെ ഒരെണ്ണം ബൊപ്പിൻഡോലോൾ. സോ ഈ മൂന്നുമാണ് ഇങ്ങനെ നൈട്രിക് ഓക്സൈഡിനെയും ബീറ്റ ടു അഗോണിസ്റ്റിക് ആക്ഷനും ഉള്ളത്. ഇനി മൂന്നാമത്തെ മെക്കാനിസം, അവയ്ക്ക് ബീറ്റ ബ്ലോക്കർ തന്നെയാണ്, ദേ ആർ ബീറ്റ ബ്ലോക്കേഴ്സ്, പക്ഷെ അവയ്ക്ക് ഇതേക്കാൻ ആൽഫ 1നെയും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആൽഫ 1 ബ്ലോക്കിംഗ് ആക്ഷൻസും കൂടിയുണ്ട്, അല്ലെങ്കിൽ ആൽഫ ബ്ലോക്കിംഗ് ആക്ഷൻസ് കൂടിയുണ്ട്. ഫേമസ് ഡ്രഗ് നമ്മൾ പഠിക്കുന്നത് ലാബറ്റലോൾ ഏറ്റവും ഫേമസ്. ദെൻ പിന്നെ എഴുതണമെങ്കിൽ ബുസിൻഡോലോൾ എഴുതാം. ദെൻ നിപ്രാഡിലോൾ നമ്മൾ ഇവിടെയും എഴുതി. സോ ഇവയ്ക്ക് ബീറ്റ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്, ആൽഫ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്, പ്ലസ് അഡീഷണൽ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന ആക്ഷനും ഉണ്ട്. ഇനി നാലാമത്തെ മെക്കാനിസം എന്താണ് അഡീഷണൽ ആയിട്ടുള്ളത്? ദിസ് ഇസ് കാൽഷ്യം ബ്ലോക്കിംഗ് ആക്ഷൻ, കാൽഷ്യം ചാനൽ ബ്ലോക്ക്. ഏതാണ്? ബീറ്റാക്സലോൾ. ബീറ്റാക്സലോൾ എന്ന് പറയുന്ന മരുന്നിന് കാൽഷ്യം ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്. ഇനി അഞ്ചാമത്തെ, ഞാൻ തൊട്ട് മുകളിൽ എഴുതാം, അഞ്ചാമത്തതിന് ബീറ്റ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട് വിത്ത് ആൽഫ ബ്ലോക്കിംഗ് ആക്ഷൻ പ്ലസ് കാൽഷ്യം ബ്ലോക്കിംഗ്. സോ ദീസ് ആർ ബീറ്റ ബ്ലോക്കർ പ്ലസ് ആൽഫ ബ്ലോക്കർ പ്ലസ് ദിസ് കാൽഷ്യം ബ്ലോക്കർ. ഈ മൂന്ന് ആക്ഷൻ ഉള്ള മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം എന്ന് വെക്കുമ്പോൾ സി ഓർക്കുക, കാർവെഡിലോൾ ആണ് ഒരെണ്ണം. ദെൻ പിന്നെ ഒരെണ്ണം എഴുതണമെങ്കിൽ ബെവാൻഡോലോൾ എന്ന് പറയുന്ന മരുന്നിനും കൂടി നമുക്ക് എഴുതാം. ഇനി ഇതൊന്നും അല്ലാതെ വേറെ ആക്ഷൻ, ബീറ്റ ബ്ലോക്കിംഗ് ആക്ഷൻ പ്ലസ് അഡീഷണലി ഉള്ള ഒരു മരുന്ന് ഞാൻ പറയാം. ദാറ്റ് ഈസ് പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്യുന്ന മരുന്നുണ്ട്. പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്യുന്ന മരുന്നിന്റെ പേര് ടെലിസോലോൾ എന്നാണ്. ടെലിസോലോൾ. പൊട്ടാസ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുന്ന, അടയ്ക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ, അതിന്റെ പേരെന്തായിരുന്നു? അത് സോട്ടലോൾ ആണ്. നമ്മൾ ഓൾറെഡി ആന്റിഅരിത്മിക് ക്ലാസ് 3 ആയിട്ട് പറയാൻ കാരണം ബിക്കോസ് ഓഫ് ദിസ് പൊട്ടാസ്യം ചാനൽ ബ്ലോക്ക്. സോ ഇതെല്ലാമാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് അതർ തേർഡ് ജനറേഷൻ ബീറ്റ ബ്ലോക്കേഴ്സ്, അവയുടെ മെക്കാനിസം. ഇനി നമുക്ക് പറയേണ്ടത് ഫാർമക്കോ കൈനറ്റിക്സ് ആണ്. കൈനറ്റിക്സ് ഓഫ് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് നമുക്ക് പറയാം. മോസ്റ്റ് ലിപ്പിഡ് സോലിബിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള ബീറ്റ ബ്ലോക്കർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്രാനലോൾ ആണ്. പ്രൊപ്രാനലോൾ എന്ന് പറയുന്ന മരുന്ന്. സോ ലിപ്പിഡ് സോലിബിൾ ആകുമ്പോൾ ദിസ് ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്രെയിനിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നത് പ്രൊപ്രാനലോൾ ആണ്. എന്നാൽ ബ്രെയിനിൽ ഒട്ടും കടക്കാത്ത മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റാനലോൾ ആണ്. ദെൻ നാഡോലോൾ ആണ്. ദെൻ പിന്നെ ഒരെണ്ണം കൂടി എഴുതിയാൽ സോട്ടാലോൾ ആണ്. സോ ഈ മൂന്നും ഞാൻ വീണ്ടും ബ്രെയിനിൽ കടക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദീസ് ആർ വാട്ടർ സോലിബിൾ ആണ്, വാട്ടർ സോലിബിലിറ്റി കൂടുതലാണ്. ഇനി പ്രൊപ്രാനലോളിന്റെ വേറൊരു പ്രശ്നം, കൈനറ്റിക് പ്രശ്നം, ദേ ഹാവ് വെരി ലോ ബയോ അവൈലബിലിറ്റി. ഒരു 25-26% മാത്രമേ ഉള്ളൂ ബയോ അവൈലബിലിറ്റി ബിക്കോസ് ഓഫ് ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. സോ ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉള്ള ഡ്രഗുകളുടെ ക്ലാസിക് എക്സാമ്പിൾ ആണ്. നമ്മൾ ഫാർമക്കോ കൈനറ്റിക്സ് ഒക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന പേര് പ്രൊപ്രാനലോൾ ആണ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇതിന്റെ പ്രശ്നം ഓറൽ ഡോസ് നോക്കുകയാണെങ്കിൽ 20 മില്ലിഗ്രാം 40 മില്ലിഗ്രാം ഓർ മോർ ഉയർന്ന തോതിലാണ്. പക്ഷേ ഇഞ്ചക്ഷന്റെ ഡോസ് നോക്കൂ, ഇഞ്ചക്ഷൻ ഡോസ് നോക്കിയാൽ 1 മില്ലിഗ്രാം 2 മില്ലിഗ്രാം ഒക്കെ. സോ ദർ ഇസ് വാസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓറൽ ആൻഡ് ഇഞ്ചക്ഷൻ. ഇപ്പൊ അമോക്സിലിനൊക്കെ ആണെങ്കിൽ ഓറൽ കൊടുത്താൽ 500 മില്ലിഗ്രാം, ഇഞ്ചക്ഷൻ കൊടുത്താൽ 500 മില്ലിഗ്രാം വ്യത്യാസമില്ല. പക്ഷേ ഇത് ബിക്കോസ് ഓഫ് ദർ ലെസ് ബയോ അവൈലബിലിറ്റി. ഇപ്പൊ ഫുഡിനൊക്കെ ഒപ്പം കഴിച്ചു കഴിഞ്ഞാൽ ബയോ അവൈലബിലിറ്റി നമുക്ക് കൂട്ടാം. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ലോങ് ആക്ടിങ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ എഴുതിയ ഈ മരുന്നാണ് നാഡോലോൾ ആണ്. മോസ്റ്റ് ലോങ് ആക്ടിങ് ബീറ്റ ബ്ലോക്കർ. ഇനി മോസ്റ്റ് കാർഡിയോ സെലക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാർഡിയോ സെലക്റ്റീവ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ലാൻഡിയോലോൾ ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എസ്മോലോൾ. ഇനി ഈ 3 മരുന്നുകൾ അറ്റനലോൾ ആൻഡ് നാഡോലോൾ ആൻഡ് സോട്ടലോൾ ഞാൻ പറഞ്ഞു വാട്ടർ സോലിബിൾ ആണ്. വാട്ടർ സോലിബിൾ ആകുമ്പോൾ ദേ വിൽ ബി എലിമിനേറ്റഡ് ത്രൂ കിഡ്നി കൂടി ആയിരിക്കും പുറത്തേക്ക് പോകുക. സോ ദീസ് 3 drugs are contra
ഇൻഡിക്കേറ്റഡ് ഇൻ റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയറിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്ന് ഏതാണെന്ന് ചോദിച്ചാലും അത് ഈ 3 മരുന്നുകൾ തന്നെയാണ്. ദെൻ ഇൻ ലിവർ ഡിസീസസിൽ നമുക്ക് കുറയ്ക്കുക, ഡോസ് ഒക്കെ കുറയ്ക്കുക, അത് മെറ്റോപ്രലോൾ എന്ന് പറയുന്ന കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കറാണ്. ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഫെയിലിയറിലൊക്കെ കുറച്ച് ഡോസ് കുറയ്ക്കേണ്ടി വരും. ഇനി 2 മരുന്നുകൾ നമ്മൾ പറഞ്ഞു IV മാത്രമായിട്ട് കൊടുക്കുന്ന മരുന്നുകളുണ്ട്. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? എസ്മോലോൾ ആണ് ഒന്ന്, എസ്മോലോൾ. ദെൻ ലാൻഡിയോലോൾ. ഇത് രണ്ടുമാണ് IV ആയിട്ട് മാത്രം കൊടുക്കുക. ആൻഡ് ദീസ് വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ ദ ഷോർട്ട് ആക്ടിങ് ബീറ്റ ബ്ലോക്കർ. ഷോർട്ട് ആക്ടിങ്ങിനേക്കാൾ കൂടുതൽ നല്ല പേര് അൾട്രാ ഷോർട്ട് ആക്ടിങ് എന്നാണ്. അൾട്രാ ഷോർട്ട് ആക്ടിങ് ബിക്കോസ് എസ്മോലോളിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 9 മിനിറ്റ് ആണ്. പക്ഷെ ലാൻഡിയോലോൾ നോക്കുകയാണെങ്കിൽ 3 to 4 മിനിറ്റ്സ്. സോ മോസ്റ്റ് ഷോർട്ട് ആക്ടിങ് ഏതാണെന്ന് വെച്ചാൽ അവിടെയും ലാൻഡിയോലോൾ ആണ്. എന്തുകൊണ്ട് ഇത് ഷോർട്ട് ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലഡിലേക്ക് നമ്മൾ കുത്തിവയ്പ്പായിട്ടാണ് കൊടുക്കുക. ബ്ലഡിൽ കുത്തിവയ്പ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡിനകത്ത് എസ്റ്ററൈസസ് ഉണ്ട്. പ്ലാസ്മയിലുള്ള എസ്റ്ററൈസസ് ഈ മരുന്നിനെ കഷ്ണമാക്കി നശിപ്പിക്കും. ബ്ലഡിൽ വെച്ച് തന്നെ അത് നശിച്ചു പോകുന്നു. ഇനി കഷ്ടകാലത്തിന് ലിവറിലെങ്ങാനും എത്തിയാലോ, ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ കാർബോക്സിൽ എസ്റ്ററൈസ് വീണ്ടും ഇവയെ നശിപ്പിക്കും. സോ ബിക്കോസ് ഓഫ് ദിസ് പ്ലാസ്മ എസ്റ്ററൈസസ് അതുള്ളതുകൊണ്ടാണ് ദീസ് ഡ്രഗ്സ് ആർ അൾട്രാ ഷോർട്ട് ആക്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് മിക്കവാറും ഓപ്പറേഷനൊക്കെ ഇടയിലായിരിക്കും. പെരി ഓർ പോസ്റ്റ് ഓപ്പറേഷൻ കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും നമ്മൾ എസ്മോലോൾ നമ്മൾ ഉപയോഗിക്കുക. എമർജൻസി കണ്ടീഷൻസിലൊക്കെ നമ്മൾ എസ്മോലോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ല ലാൻഡിയോലോളും കൊടുക്കാറുണ്ട്. ഇനി യൂസസ് പറയുന്നതിന് മുമ്പ് 2 സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് ബീറ്റ ബ്ലോക്കർ ആണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് സ്പെഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് പറയാനുള്ളത് സം ബീറ്റ ബ്ലോക്കേഴ്സ്, എല്ലാത്തിനുള്ള ചില ബീറ്റ ബ്ലോക്കേഴ്സ് ഹാവ് ഇൻട്രിൻസിക് സിംപതോമിമെറ്റിക് ആക്ടിവിറ്റി ഉള്ള ചില മരുന്നുകളുണ്ട്. എന്താണ് ഇൻട്രിൻസിക് സിംപതോമിമെറ്റിക്? നമ്മൾ പഠിക്കുന്നത് ബീറ്റ ബ്ലോക്കേഴ്സിനെ കുറിച്ചാണ്. ദീസ് ആർ സിംപതോലിറ്റിക്സ് എന്ന് നമുക്കറിയാം. പക്ഷെ ചില മരുന്നുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ സിംപതോമിമെറ്റിക് ആണെന്നാണ് പറയുന്നത്. സിംപതോമിമെറ്റിക് ആക്ഷൻസ് അല്ലെങ്കിൽ ബീറ്റ റിസപ്റ്ററിലെ അഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ദീസ് ആർ പാർഷ്യൽ അഗോണിസ്റ്റിക് ആക്ഷൻ. പാർഷ്യൽ അഗോണിസ്റ്റ് കൂടിയാണ് ഈ മരുന്നുകൾ. സോ ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ പറഞ്ഞു, ഹൃദയത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾ 3 കാര്യങ്ങളാണ് പറയുന്നത്: കൺട്രാക്ടിലിറ്റി, കണ്ടക്ടിവിറ്റി ആൻഡ് ഓട്ടോമാറ്റിസിറ്റി. ഇത് 3 കുറയ്ക്കുമ്പോൾ ഹൃദയത്തിൽ എന്തുണ്ടാവും? ബ്രാഡികാർഡിയ ഉണ്ടാവും അല്ലെ, ബ്രാഡികാർഡിയ. സോ ഈ മരുന്നുകൾക്ക് പാർഷ്യൽ അഗോണിസ്റ്റ് ആയതുകൊണ്ട് ഇത്രയും ബ്രാഡികാർഡിയ ഇല്ല. സോ നോ ബ്രാഡികാർഡിയ. മാത്രമല്ല ബീറ്റ ബ്ലോക്കർ ആയതുകൊണ്ട് ടാക്കിക്കാർഡിയം ഇല്ല. സോ ഇൻഹിബിറ്റ് ടാക്കിക്കാർഡിയ തടയുകയും ചെയ്യും. നോ ബ്രാഡികാർഡിയ. ഇത് രണ്ടും കൂടി വരുമ്പോൾ എന്താണ് ഗുണം? സോ ദീസ് ആർ സേഫ് ഫോർ ഹാർട്ട്. ഹൃദയത്തിന് സേഫ് ആണ്. സോ സേഫ് ഫോർ ഹാർട്ട്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പക്ഷെ ഇങ്ങനെയുള്ള മരുന്നിനപ്പോൾ വേറെ കുഴപ്പമുണ്ട്. ഇൻട്രിൻസിക് സിംപതോമിമെറ്റിക് ആക്ടിവിറ്റി ഉള്ള മരുന്നുകൾ നമുക്ക് മൈഗ്രെയിൻ കൊടുക്കാൻ പറ്റും. മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമുക്ക് രക്തക്കൊല്ലുകൾ ചുരുക്കണം അല്ലെ, രക്തക്കൊല്ലുകൾ വികസിക്കാൻ നമുക്ക് താല്പര്യമില്ല, ചുരുങ്ങുകയാണ് വേണ്ടത്. സോ അതുണ്ടാക്കാത്തതുകൊണ്ട് നമുക്ക് വി കനോട്ട് യൂസ് ദിസ് ഡ്രഗ്സ്. ഇൻട്രിൻസിക് സിംപതോമിമെറ്റിക് ആക്ടിവിറ്റി ഉള്ള എല്ലാം കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ മൈഗ്രെയിനിൽ നമുക്ക് സ്ട്രോങ് ബീറ്റ ബ്ലോക്കേഴ്സ് തന്നെ വേണം. നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും പ്രൊപ്രാനലോൾ ആണ്. അപ്പോൾ ഈ ആക്ഷൻസ് ഉള്ള മരുന്നുകൾ ഹൃദയത്തിൽ സേഫായ മൈഗ്രെയിൻ ഉപയോഗിക്കാൻ പറ്റാത്ത ബീറ്റ ബ്ലോക്കേഴ്സ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിബ്യൂട്ടലോൾ ആണ്. അസിബ്യൂട്ടലോൾ. എൽപ്രിനോൾ ഉണ്ടായിരുന്നു, എൽപ്രിനോൾ. ദെൻ സെലിപ്രോലോൾ, പിൻഡോലോൾ. ഇനി പിൻഡോലോൾ വേറെ മരുന്നുണ്ട്, ബോപിൻഡോലോൾ. ബോ എന്ന് എഴുതുക, പിൻഡോലോൾ തന്നെയാണ്. ബോപിൻഡോലോൾ എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് പ്രോ ഡ്രഗ് ഫോർ പിൻഡോലോൾ. സോ ഇത്രയും മരുന്നുകൾ ഇൻട്രിൻസിക് സിംപതോമിമെറ്റിക് ആക്ടിവിറ്റി ഉള്ള മരുന്നുകളാണ്. സോ ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ്. ഇനി രണ്ടാമത്തെ സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മരുന്നുകൾക്ക് ദേ ഹാവ് ഗോട്ട് മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് എഫക്ട്, സ്റ്റെബിലൈസിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു സെല്ലാണെങ്കിൽ ഇത് മെംബ്രെയിൻ സ്റ്റെബിലൈസ് ചെയ്താൽ സോഡിയം അയോൺസിനകത്തേക്ക് കയറാൻ പറ്റില്ല. സോഡിയം അയൺസ് കടത്തി വരുന്നാലാണ് ഡീപോളറൈസേഷൻ ഉണ്ടാകും. സോ ഇങ്ങനെ പറ്റാത്ത മരുന്നുകളെ നമ്മൾ വേറെ പേര് പറഞ്ഞ് വിളിക്കാറുണ്ട് ലോക്കൽ അനസ്തെറ്റിക്സ്. അതും ഇങ്ങനെ തന്നെ ചെയ്യുന്ന മരുന്നുകളാണ്. സോ ഇവയിൽ ചില മരുന്നുകൾക്ക് ഇത്തരം ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ഉണ്ട്. സോ വി ആർ നോട്ട് യൂസിങ് ദിസ് ഫോർ ലോക്കൽ അനസ്തെറ്റിക്. ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കാറില്ലെങ്കിലും ലോക്കൽ അനസ്തെറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. സപ്പോസ് തിങ്ക് ദാറ്റ് ദിസ് ഈസ് ഹാർട്ട്, ഹൃദയമാണ് എന്ന് വിചാരിക്കുക. ഹൃദയത്തിലേക്ക് സോഡിയം ചാനൽ കയറ്റിവിടാത്തത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? വി യൂസ് ആസ് ആന്റി അരിത്മിക് ഡ്രഗ്. സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് ആന്റി അരിത്മിക് ക്ലാസ്
ക്ലാസ് 1 ഡ്രഗുകളാണ്. ഓക്കെ, സോ ഏട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ, സോ ഇതിലൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സോ ഇതിന്റെ ഗുണഫലങ്ങൾ കിട്ടും. സോ ഹൃദയത്തിൽ ചില കണ്ടീഷനുകളിൽ ഇത് നല്ലതാണ്. പക്ഷേ മറ്റു ചില പ്രശ്നങ്ങൾക്ക് ഈ മരുന്നുകൾ ഒഴിവാക്കേണ്ടി വരും. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിലാണ്. ഇൻ ഐ, കണ്ണിൽ ഈ മരുന്നുകൾ തുള്ളി മരുന്നായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കണ്ണിലുള്ള ട്രൈജെമിനൽ നെർവിന്റെ സോഡിയം അകത്തേക്ക് കയറില്ലെങ്കിൽ നെർവിന്റെ കണ്ടക്ഷൻ കുറയും അല്ലെ. സോ ദിസ് ക്യാൻ കോസ് കോർണിയൽ അനസ്തീഷ്യ ഉണ്ടാകും. അതുകൊണ്ട് സോഡിയം ചാനലിനെ തടയുന്ന തരം ബീറ്റാ ബ്ലോക്കർ മരുന്നുകൾ ഉണ്ടെങ്കിൽ അവ കണ്ണിൽ ഗ്ലൂക്കോമയിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. സോ ഇത്തരം മരുന്നുകൾ ഗ്ലൂക്കോമയിൽ ഒഴിവാക്കുക. ഏതെല്ലാമാണ് ആ മരുന്ന്? അതിനൊരു കോഡുണ്ട്, സുഖമായിട്ട് പഠിക്കാനുള്ളത്. സ്ലാപ്പ്, SLAPP, സ്ലാപ്പ് മീ എന്നാണ് നമ്മൾ പറയുക. സ്ലാപ്പ് എന്തൊക്കെയാണ്? സോട്ടലോൾ എന്തായിരുന്നു? ആന്റി അരിത്മിക് ഡ്രഗ് ആണ്. ദെൻ ലബറ്റലോൾ, ആന്റി അരിത്മിക് ഡ്രഗ് മീൻസ് ലബറ്റലോൾ ആണ് അടുത്ത മരുന്ന്. ദെൻ അസിബ്യൂട്ടലോൾ, പ്രൊപ്രാനലോൾ ആന്റി അരിത്മിക് ആയിട്ട് ഉപയോഗിക്കാം. പെൻബ്യൂട്ടലോൾ ഉപയോഗിക്കാം. ദെൻ മെറ്റോപ്രലോൾ. സോ ഇത്രയും മരുന്നുകളാണ്. സ്ലാപ്മി ആണ് അതിന്റെ ഒരു കോഡ്. ഓക്കെ, സോ ഇത്രയും മരുന്നുകൾ എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല? കണ്ണിൽ തുള്ളി മരുന്നായിട്ട് ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കാൻ പാടില്ല. മറ്റു മരുന്നുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ യൂസസ് ആണ് പറയുക. യൂസസ് 1 ബിക്കോസ് ഓഫ് ഇറ്റ്സ് β1 ബ്ലോക്കിംഗ് ആക്ഷൻ യൂസ് ആണ് നമ്മൾ ആദ്യം പറയാം. ആദ്യത്തെ യൂസ് β1 എവിടെയാണ്? ഹൃദയത്തിലാണ്. സോ ഹൃദയത്തിലെ β1 പ്രവർത്തനം തടയുമ്പോൾ ഡിക്രീസ് ഹേർട്ട് റേറ്റ്, നമ്മൾ പറഞ്ഞതാണ്. ഡിക്രീസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറയും, ഡിക്രീസ് കണ്ടക്ഷൻ എല്ലാം കുറയും. സോ അനാവശ്യമായ കാർഡിയോ സ്റ്റിമുലേറ്ററി പ്രവർത്തനങ്ങൾ എല്ലാം കുറയും. കിഡ്നിയിലാണെങ്കിൽ β1 ആക്ഷൻ മൂലം റെനിൻ കുറയും. സോ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ BP, ബ്ലഡ് പ്രഷർ ഓർ ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ഓർ നമ്മൾ ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷന് നമുക്ക് ഇത് നല്ലൊരു മരുന്നാണ്. പണ്ട് ഇത് ഫസ്റ്റ് ലൈൻ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് ലൈൻ അല്ല, സെക്കൻഡോ തേർഡ് ലൈനോ ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുക. സോ ഫസ്റ്റ് യൂസ് ഈസ് ഇൻ ഹൈപ്പർ ടെൻഷൻ. രണ്ടാമത്തത്, ഹൃദയം ഒരു MI മയോകാർഡിയൽ ഇൻഫാർഷൻ കഴിഞ്ഞിട്ട് ഭയങ്കര പണി കിട്ടിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഹൃദയത്തിന്റെ വർക്ക് ലോഡൊക്കെ കൂടുതലാണ്, ഓക്സിജൻ ഡിമാൻഡ് ഒക്കെ കൂടുതലാണ്. സോ അതെല്ലാം ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദ ഹാർട്ട് അല്ലെ. ഹൃദയത്തിന് ഒരുപാട് വർക്കും ചെയ്യേണ്ട, ഓക്സിജൻ കുറച്ച് മതി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ 40% മോർട്ടാലിറ്റി കുറയും എന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. സോ ആഫ്റ്റർ ആൻ MI, ഒരു MIക്ക് ശേഷം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ബീറ്റാ ബ്ലോക്കർ, പ്രൊപ്രാനലോൾ പോലെയുള്ള മരുന്നായിരിക്കും നമ്മൾ കൊടുക്കുക. മൂന്നാമത്തെ യൂസ് ഹൃദയത്തിൽ തന്നെയുള്ള യൂസ് ആണ്. അത് MI കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് അല്ലാത്തതാണ് നെഞ്ചുവേദന, അഞ്ചൈന പെക്ടോറിസ്. സോ ഹൃദയത്തിന്റെ ഓക്സിജൻ ഡിമാൻഡ്, ജോലിഭാരം എല്ലാം കുറയുന്നത് മൂലം അവിടെ അതേ ഉപയോഗം തന്നെയാണ്. മറ്റേത് ഒരു MIക്ക് ശേഷമാണ്. ഇത് അഞ്ചൈനയിൽ നമുക്ക് ഉപയോഗിക്കാം. ഏത് തരം അഞ്ചൈനയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേബിൾ അഞ്ചൈനയിൽ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ബീറ്റാ ബ്ലോക്കർ ആണ്. പക്ഷേ ഹൃദയത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നത് മൂലമുള്ള അഞ്ചൈന, അതിനെ നമ്മൾ വാസോസ്പാസ്റ്റിക് അഞ്ചൈന എന്നാണ് വിളിക്കുന്നത്. വാസോസ്പാസ്റ്റിക് അഞ്ചൈനയിൽ കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ബീറ്റാ ബ്ലോക്കേഴ്സ് കാൻ വീണ്ടും കൂടുതലായിട്ട് ചുരുക്കാം. സോ അവിടെ ഉപയോഗം ഇല്ല എന്നും കൂടി മനസ്സിലാക്കുക. ദിസ് ഇസ് യൂസ്ഡ് ഇൻ സ്റ്റേബിൾ അഞ്ചൈന. ഇനി 4 അരിത്മിയയിലാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അരിത്മിയയിൽ ഇത് ഉപയോഗിക്കാം. ഞാൻ അരിത്മിയലിന്റെ യൂസ് മൊത്തം ഒരു ആന്റി അരിത്മിക് ബീറ്റാ ബ്ലോക്കറിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. ഇൻ സിമ്പതറ്റിക് ടാക്കിക്കാർഡിയയിൽ നമുക്ക് ഉപയോഗിക്കാം. റിക്കറന്റ് PSVT തടയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അല്ല ഉപയോഗിക്കുക. ദെൻ ഇവിടെ അരിത്മിയുണ്ട്, ഇവിടെ അരിത്മിയ മൂലം ഇത് ഇങ്ങോട്ടേക്ക് വരാല്ലേ, അപ്പൊ ഇത് തടയാനായിട്ട് AVA ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ ടു കൺട്രോൾ ഓഫ് ST, വെൻട്രിക്കുലാർ റേറ്റ് ഇൻ സുപ്രാവെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ, ഇവിടെ ഉണ്ടാവാതിരിക്കാൻ, വെൻട്രിക്കുലാർ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വരാതിരിക്കാൻ സുപ്രാവെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ, എട്രിയൽ ഫൈബ്രിലേഷൻ, എട്രിയൽ ഫ്ലട്ടർ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് AV നോഡൽ കണ്ടക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് ഉപയോഗിക്കാം. ദെൻ ലോങ് QT സിൻഡ്രോമിൽ ഇത് ഉപയോഗിക്കാം. ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്ന അസുഖം നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. അതുമൂലം ഹൃദയത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഹാലോതെയ്ൻ ഇൻഡ്യൂസ്ഡ് ടാക്കിക്കാർഡിയയിൽ ഉപയോഗിക്കാം. ഡിജിറ്റാലിസ് ഇൻഡ്യൂസ്ഡ് ടാക്കിക്കാർഡിയയിൽ ഉപയോഗിക്കാം. തൈറോടോക്സിക്കോസിസ് ഇൻഡ്യൂസ്ഡ് ടാക്കിക്കാർഡിയയിൽ ഉപയോഗിക്കാം. ദെൻ ഷോർട്ട് ആക്ടിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെരി ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ കാർഡിയക് ചാനലോപ്പതീസ്, ഇങ്ങനെയൊക്കെയുള്ള പല അരിത്മിയ പോലെയുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാം. ഇനി 5ാമത്തെ ഉപയോഗം, അതും ഹേർട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഹേർട്ട് ഫെയിലിയറിലാണ്. ഏത് തരം ഹേർട്ട് ഫെയിലിയറിലാണ് ഉപയോഗിക്കുക? വി ക്യാൻ ഗിവ് ദിസ് ഡ്രഗ് കണ്ടിന്യൂസ്ലി. തുടർച്ചയായി കുറെ നാൾ കൊടുക്കുമ്പോൾ മാത്രമുള്ള ഉപയോഗമാണ്. അപ്പൊ ഹൃദയത്തിന്റെ ഹൈപ്പർ ട്രോഫി കുറയും. എന്താണ് ഹൈപ്പർ ട്രോഫി? ഹൃദയം ബുദ്ധിമുട്ടി വിഷമിച്ച് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഹൃദയത്തിന്റെ സൈസ്, മസിലിന്റെ സൈസ് കൂടുന്നു അല്ലെ, അതിനാണ് നമ്മൾ ഹൈപ്പർ
ഹൈപ്പർട്രോഫി, റീമോഡലിംഗ് ഓഫ് ദ ഹാർട്ട്, അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാം. സോ ഇറ്റ്സ് നോട്ട് യൂസ്ഡ് ഇൻ അക്യൂട്ട് ഹേർട്ട് ഫെയിലിയറിൽ പറ്റില്ല, പക്ഷേ ക്രോണിക് ഹേർട്ട് ഫെയിലിയറിൽ തുടർച്ചയായിട്ട് നമുക്ക് കൊടുക്കാം. ആ സമയത്ത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് കേട്ടോ, അവിടെ കൊടുക്കാൻ പറ്റില്ല. ക്രോണിക് CHF കൊടുക്കാവുന്ന മരുന്നുകളാണ്. എല്ലാ മരുന്നും അപ്രൂവ്ഡ് അല്ല. ബിസോപ്രോലോൾ ഈസ് അപ്രൂവ്ഡ്, മെറ്റോപ്രോലോൾ ഈസ് അപ്രൂവ്ഡ്, ദെൻ കാർവെഡിലോൾ ഈസ് അപ്രൂവ്ഡ്. അല്ലാത്ത മരുന്നുകളൊക്കെ കൊടുത്തേക്കാം കേട്ടോ, ഇതാണ് അപ്രൂവ്ഡ്. ഇനിയും ഹൃദയത്തിൽ മിട്രൽ വാൽവ് പ്രൊലാപ്സിന് ഉപയോഗിക്കാം, മിട്രൽ വാൽവ് പ്രൊലാപ്സിന് ഉപയോഗിക്കാം, ടെട്രോളജി ഓഫ് ഫാലറ്റിന് ഉപയോഗിക്കാം, ഹൈപ്പർ ടെൻഷൻ മൂലമുള്ള ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ. സോ ദീസ് ഓൾ ആർ ദ യൂസസ് റിലേറ്റഡ് ടു β1 ബ്ലോക്കിംഗ് ആക്ഷൻ. ഇനി മറ്റുപയോഗങ്ങൾ പറയുന്നതിന് മുമ്പ് പരീക്ഷയ്ക്ക് 10 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ ഈ യൂസസിൽ ഹൈപ്പർ ടെൻഷൻ, അഞ്ചൈന എന്ന് മാത്രം എഴുതി വെച്ചാൽ മാർക്കൊക്കെ കുറവായിരിക്കും. യു ഹാവ് ടു എക്സ്പ്ലെയിൻ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മറ്റുപയോഗങ്ങൾ പ്രധാനമായിട്ടും ഇനി പറയാനുള്ളത് β2 ആക്ഷൻസിനെ ബ്ലോക്ക് ചെയ്യുന്നത് മൂലമാണ്. സോ ബിക്കോസ് അപ്പോൾ ഉപയോഗിക്കുക, അപ്പോൾ നമ്മൾ അതിനുപയോഗിക്കാൻ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരിക. ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പ്രൊപ്രാനലോൾ ആണെന്ന് പറഞ്ഞു. 1. മൈഗ്രെയിൻ പ്രൊഫൈലാക്സ്. മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ് എന്ന് വെച്ചാൽ എന്താ? പ്രൊഫൈലാക്സിസ് തടയാനാണ്. ഒരു അക്യൂട്ട് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. സോ മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് കാരണം തലച്ചോറിലെ ബ്ലഡ് വെസലുകൾ ഡയലേറ്റ്. ഇതാണ് ബ്ലഡ് വെസൽ എങ്കിൽ ഇപ്പോൾ അത് ഡയലേറ്റ് ചെയ്യാണ്, അല്ലെ? ഡയലേറ്റ് കൂടുതൽ വലുതായി. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതിന് ചുരുക്കണം. കൂടുതൽ ചുരുക്കി കഴിഞ്ഞാൽ ഓക്കെ വീതി കുറയ്ക്കുക, വണ്ണം കുറയ്ക്കും. സോ അതിന് നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. സോ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ കൊടുക്കുക മരുന്നുകൾ. പ്രൊപ്രാനലോൾ ആണ്. പ്രൊപ്രാനലോൾ ആൻഡ് ടിമലോൾ, ഇത് രണ്ടുമൊക്കെയാണ് സാധാരണ കൊടുക്കുക. ദെൻ രണ്ടാമത്തെ ദിവസം ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഡ്നി. ഇത് കിഡ്നി ആണെങ്കിൽ അതിന്റെ മുകളിൽ ഉള്ള ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡിൽ ക്യാൻസർ വരുന്നതിനാണ് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് കൂടുതലായിട്ട് അഡ്രിനാലിൻ ഒരുപാട് പുറത്തു വരും, കുറച്ച് നോർ അഡ്രിനാലിനും പുറത്തു വരും. സോ ഇത് β1 β2 എല്ലാ റിസപ്റ്ററിലും കൂടുതലായിട്ട് ആക്ട് ചെയ്യും. സോ വി ക്യാൻ ബ്ലോക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബീറ്റയുടെ ആക്ഷൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്യാം. ആൽഫ ബ്ലോക്കറും കൊടുക്കാം, ആൽഫയുടെ ആക്ഷൻ ബ്ലോക്ക് ചെയ്യാം. ഭയങ്കര ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം, ഹൃദയത്തിലെ ആക്ഷനൊക്കെ നമുക്ക് ബീറ്റ ബ്ലോക്കർ വെച്ചിട്ട് നിർത്താം. ദെൻ ആൽഫ ബീറ്റ ബ്ലോക്കർ രണ്ടും കൂടി ചേർന്നാൽ ലെബറ്റലോൾ പോലെയുള്ള മരുന്നായിരിക്കും കൂടുതൽ നല്ലത്. പ്രൊപ്രാനലോളും നമുക്ക് കൊടുക്കാം. മൂന്നാമത്തെ ഉപയോഗം പോർട്ടൽ ഹൈപ്പോടെൻഷനാണ്. മൂന്നാമത്തെ ഉപയോഗം പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ നമ്മൾ കൊടുക്കുന്നത് പ്രൊപ്രാനലോൾ ആണ്. ഇനി പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ മൂലം, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ലിവറിൽ നിന്ന് പോകുന്ന ബ്ലഡ് വെസൽ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ ആണ്. സോ അതുമൂലം പിന്നെ തകരാറുണ്ടാകുന്ന എവിടെയാണ്? ഈസോഫാഗസിലാണ്. ഈസോഫാഗസിൽ ബ്ലഡ് ഇങ്ങനെ കൂടിയിട്ട് അവിടെ വേരിസസ്, ചോര, ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ വരാം. സോ അത് തടയാൻ, സോ ടു പ്രിവെന്റ് നമുക്ക് പ്രൊപ്രാനലോൾ ഉപയോഗിക്കാം, കാർവെഡിലോൾ ഇങ്ങനെയൊക്കെയുള്ള മരുന്ന് ഉപയോഗിച്ചേക്കാം. ഒരു അക്യൂട്ട് കേസ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൊടുക്കുക. ഒക്ട്രിയോടൈഡ് എന്ന് പറയുന്ന സൊമാറ്റോസ്റ്റാറ്റിൻ അനലോഗ് പോലെയുള്ള മരുന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്തത് നാലാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് എസെൻഷ്യൽ ട്രെമർ ആണ്. എസെൻഷ്യൽ ട്രെമറിന് വേറെ എന്തൊക്കെ നമ്മൾ വിളിക്കാം? ഫാമിലിയൽ ട്രെമർ എന്ന് വിളിക്കാം, ബിനൈൻ ട്രെമർ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, സോ ട്രെമർ ഉണ്ടാകാൻ കാരണം സ്കെലിറ്റൽ മസിൽസിലാണ് ട്രെമർ. സോ സ്കെലിറ്റൽ മസിലിനെ ബ്ലോക്ക് ചെയ്യുന്ന β2 ബ്ലോക്കർ ആയിരിക്കും നമുക്ക് വേണ്ടത്. പ്രൊപ്രാനലോൾ തന്നെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പാർക്കിൻസോണിസത്തിലെ ട്രെമറിന് പറ്റില്ല. പാർക്കിൻസോണിസത്തിലെ ട്രെമർ റെസ്റ്റിംഗ് ട്രെമർ ആണ്. പക്ഷേ അക്കാത്തീസിയൽ നമുക്ക് കൊടുക്കാം. അക്കാത്തീസിയ എവിടെയാണ് നമ്മൾ പഠിച്ചത്? അക്കാത്തീസിയ ആന്റിസൈക്കോട്ടിക് ഡ്രഗിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ടാണ് പഠിച്ചത്. അവിടെ നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കാം. ഇനി അഞ്ചാമത്തെ ഉപയോഗം തൈറോടോക്സിക്കോസിസ് ആണ്. തൈറോടോക്സിക്കോസിസ് നമ്മളിത് ഓൾറെഡി കുറച്ച് പറഞ്ഞു. തൈറോയ്ഡ് കൂടുമ്പോൾ ഹൃദയമിടിപ്പ്, ടാക്കിക്കാർഡിയ, അരിത്മിയൊക്കെ ഉണ്ടാകാം. ഇതിന്റെ വേറൊരു ഉപയോഗം കൂടി ഞാൻ പറയാം. അത് T4 to T3 ഇതെവിടെ നടക്കുക? പെരിഫറൽ കൺവേർഷൻ ആണ്. സോ ഇതിനെ തടയാൻ കഴിവുള്ള മരുന്നാണ് പ്രൊപ്രാനലോൾ. സോ പ്രൊപ്രാനലോൾ മാത്രമാണ്. വി യൂസ് പ്രൊപ്രാനലോൾ ടു ഇൻഹിബിറ്റ് T4 to T3. സോ T3 കുറയുമ്പോഴത്തേക്കും തൈറോയ്ഡ് മൂലമുള്ള പ്രശ്നങ്ങൾ കുറയും. സോ ആന്റി തൈറോയ്ഡ് ഡ്രഗ് ആയിട്ട് ഹൈപ്പർ തൈറോയിഡിസത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് കൂടിയാണ് പ്രൊപ്രാനലോൾ. ഇനി പ്രൊപ്രാനലോളിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞു. ആറാമത്തെ ഉപയോഗം പറയുകയാണെങ്കിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുമ്പോൾ ഡിക്രീസ് സിമ്പത്തറ്റിക് ഓർ സ്റ്റിമുലേഷൻ, സിമ്പത്തറ്റിക് ആക്ഷൻ ഒക്കെ കുറയാം. അപ്പോൾ നമുക്ക് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ടെൻഷൻ അങ്ങനെയൊക്കെയുള്ള കുറയ്ക്കാം. സോ പെർഫോമൻസ് ആങ്സൈറ്റി, സ്റ്റേജ് ഫിയർ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ആങ്സിയോലിറ്റിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം ഗ്ലൂക്കോമയിലാണ്. ഏഴാമത്തെ ഗ്ലൂക്കോമ എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് കണ്ണിനകത്ത് അക്വസ് ഹ്യൂമർ കൂടുന്നതാണ്. അപ്പോൾ പ്രഷർ കൂടും. ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഒന്നുമല്ല, ഇപ്പൊ സെക്കൻഡ് ലൈനോ തേർഡ് ലൈനൊക്കെ ഡ്രഗുകളായിരിക്കും. സോ β2 മീഡിയേറ്റഡ് ആണ് ഈ വെള്ളം കണ്ണിൽ കൂടുന്നത്. സോ അത് തടയാനായിട്ട് പറ്റും. അക്വസ് ഹ്യൂമർ പ്രൊഡക്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ കുറയ്ക്കുന്നു. സോ ടോപ്പിക്കൽ, കണ്ണിൽ
ഒഴിക്കുന്ന ബീറ്റ ബ്ലോക്കറാണ് നമ്മൾ ഉപയോഗിക്കുക. ടീമോലോൾ ആണ് വൈഡായിട്ട് ഉപയോഗിക്കുക. ലീവോ ബുനോലോൾ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കും. കാർട്ടിയോലോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പേരാണ്, കാർട്ടിയോലോൾ. മെറ്റിപ്രനോൾ നമ്മൾ പറഞ്ഞിട്ടില്ല, മെറ്റിപ്രോലോൾ നമ്മൾ പറഞ്ഞിട്ടില്ല. ദെൻ ബീറ്റാക്സലോൾ നമ്മൾ പറഞ്ഞു, പക്ഷേ ഇതിന് കാര്യമായിട്ട് എഫക്റ്റ് ഇല്ല, എങ്കിലും ഉപയോഗിക്കാം. ഇനി ഗ്ലൂക്കോമേൽ കൊടുക്കാൻ പാടില്ലാത്ത നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓർമ്മയുണ്ടെങ്കിൽ സ്ലാപ്പ് മീ എന്ന് പറഞ്ഞു. ഈ മരുന്നുകളൊന്നും ഗ്ലൂക്കോമേൽ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ ദീസ് ആർ ദ യൂസസ്. ഇനിയും ധാരാളം ഉപയോഗം എനിക്ക് പറയാൻ പറ്റും. ഹിമാൻജിയോമേൽ പറയാൻ പറ്റും. ദെൻ ചില ആൽക്കഹോൾ വിഡ്രോവൽ അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ് വിഡ്രോവൽ, അങ്ങനെയൊക്കെയുള്ള പല ഉപയോഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഇനി നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് കൂടി കാണാം. പിന്നെ നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് എഴുതാൻ എനിക്ക് റെഡ് പേന വേണം. ബീറ്റ 1 സെലക്റ്റീവ് ഓർ കാർഡിയോ സെലക്റ്റീവ് ഡ്രഗുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. മിക്കവാറും അഡ്വേഴ്സ് എഫക്റ്റുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്ന ബീറ്റ 2 മൂലമാണ്. എങ്കിലും ബീറ്റ 1 മൂലമുള്ള ഒരു അഡ്വേഴ്സ് എഫക്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഒന്ന് ഹൃദയത്തിൽ തന്നെയാണ് ബീറ്റ 1, അപ്പോൾ പിന്നെ ബ്രാഡി കാർഡിയ, ഹൃദയമിടിപ്പ് കുറയുക പ്രശ്നമാണ്. AV നോഡൽ ബ്ലോക്ക്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക്, സൈനസ് ടാക്കിക്കാർഡിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ബീറ്റ ബ്ലോക്കർ കൊടുക്കാൻ പാടില്ല. SA നോഡൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കരുത്. ഇനി പറയുന്നതെല്ലാം ബീറ്റ 2 ബ്ലോക്ക് മൂലമാണ്. സോ അതുകൊണ്ട് ഇഫ് യു യൂസ് സെലക്റ്റീവ് ബീറ്റ 1 അല്ലെങ്കിൽ കാർഡിയോ സെലക്റ്റീവ് ഡ്രഗുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്കൻഡ് ജെൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഒന്ന് ആസ്മയുള്ളവർ, COPD പോലെ രോഗങ്ങളുള്ളവർ. സോ നോൺ സെലക്റ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും പ്രശ്നങ്ങൾ ഇല്ല. ഓക്കെ, സോ ഇത് ഉപയോഗം. പക്ഷെ ഇതാണ് അഡ്വേഴ്സ് എഫക്ട് ബിക്കോസ് ഓഫ് ബീറ്റ. രണ്ടാമത്തെ പ്രശ്നം PVD ആണ്. PVD എന്ന് വെച്ചാൽ എന്താ? പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. സോ ബീറ്റ 2 എന്താ ചെയ്യുക? ബീറ്റ 2 ബ്ലഡ് വെസൽസിന് ഡയലേറ്റ് ചെയ്യാണ്. ബീറ്റ 2 ബ്ലോക്കർ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് ചുരുങ്ങുകയാണ് ചെയ്യുക. ബ്ലഡ് വെസൽസ് ചുരുങ്ങുമ്പോഴത്തേക്കും ബ്ലഡ്, ഉദാഹരണം സ്കിൻ അല്ലെങ്കിൽ ലെഗ്, കൈ, അങ്ങനെയൊക്കെയുള്ള കോൾഡ് ഫീറ്റ്, കോൾഡ് ഹാൻഡ്, അല്ലെങ്കിൽ നമുക്ക് കോൾഡ് എക്സ്ട്രിമിറ്റീസ് എന്ന് എഴുതാം. കോൾഡ് എക്സ്ട്രിമിറ്റീസ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് പെരിഫറൽ ആകുമ്പോഴത്തേക്കും പെരിഫറൽ വാസ്കുലാർ ഡിസീസ്, ഉദാഹരണം റെയ്നോൺസ് ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ദെൻ ഹൃദയത്തിൽ വാസോ പാസ്റ്റിക് അഞ്ചൈനയിൽ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ദിസ് ക്യാൻ കോസ് ഹൃദയത്തിലെ ബ്ലഡ് വെസലുകൾ ചുരുങ്ങാൻ ഇടയാകും. മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. മൂന്നാമത്തത് ഡിസ്ലിപ്പിഡീമിയ ഉണ്ടാക്കാം. ഡിസ്ലിപ്പിഡീമിയ എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ രോഗങ്ങൾ എന്നാണ് നമ്മൾ ലോക്കലായിട്ട് പറയുക. സോ അത്തരം രോഗങ്ങളുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഡിക്രീസ് HDL കുറയ്ക്കും, ഇൻക്രീസ് LDL അല്ലെ. നമുക്ക് ആവശ്യമുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാക്കുക. സോ ദോഷകരമാണ്. ഇനി HDL കൂട്ടുന്ന ഏതെങ്കിലും ഒരു ബീറ്റ ബ്ലോക്കർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതിന്റെ പേര് ബുസിൻഡോലോൾ എന്ന് പറയുന്ന മരുന്നാണ്. പ്രത്യേകം ഓർക്കുക, ഇതെല്ലാം ബീറ്റ 1 കുറവായിരിക്കും എന്ന് ഓർത്തോർത്ത് പോകും. നാലാമത്തെ പ്രധാന പ്രശ്നം ഹൈപ്പോഗ്ലൈസീമിക് അൺഅവയർനെസ് ആണ്. അൺഅവയർനെസ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രമേഹം രോഗികളിൽ, പ്രായമായവരിലൊക്കെ ആയിരിക്കും കൂടുതൽ. അവർ ഇൻസുലിനോ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ, സൾഫണലൂറിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും രക്തത്തിലെ പഞ്ചസാര നില പെട്ടെന്ന് കുറയും. രാത്രി കടന്നുറങ്ങുമ്പോൾ പഞ്ചസാര നില കുറയും. പഞ്ചസാര നില കുറയുമ്പോൾ ശരീരം പേടിക്കും. ശരീരം പേടിക്കുമ്പോൾ ഇൻക്രീസ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് ആദ്യം ചെല്ലും, ഹൃദയ പ്രവർത്തനം കൂട്ടും. സോ ടാക്കിക്കാർഡിയ ഉണ്ടാകും. ദെൻ മസിലുകളോ, ട്രമർ, മസിലുകൾ വിറയ്ക്കും. ദെൻ സ്വെറ്റിംഗ് ഉണ്ടാകും അല്ലെ, ഭയങ്കര വെട്ടി വിയർക്കുക എന്നൊക്കെ പറയാം. അപ്പൊ സ്വെറ്റിംഗ് ഒഴിച്ച് ബാക്കി ഇത് രണ്ടും എന്ത് ചെയ്യും? ബിക്കോസ് ഓഫ് ബീറ്റ ബ്ലോക്കിംഗ് ആക്ഷൻസ് ഇത് രണ്ടും അങ്ങനെയുള്ള രോഗികളിൽ ഫീൽ ചെയ്യില്ല. അപ്പൊ അവരറിയുന്നില്ല, ഹൃദയമിടിപ്പ് കൂടുന്നില്ല അല്ലെങ്കിൽ മസിൽ വിറയൽ ഇങ്ങനെയൊന്നും ഫീൽ ചെയ്യാത്തത് കൊണ്ട് വേർത്തങ്ങ് പോകും. സോ ദേ വിൽ നോട്ട്, ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞത് അവരറിയുന്നില്ല. അതിനാണ് നമ്മൾ പറയുക ഹൈപ്പോഗ്ലൈസീമിക് അൺഅവയർനെസ്. ദേ ആർ നോട്ട് അവെയർ ദാറ്റ് ദെയർ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹാസ് ഫോളൻ. സോ അത് അപകടമാണല്ലേ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ താഴ്ന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന പ്രശ്നമാണ്. ഇനി പ്രൊപ്രാനലോൾ, അഞ്ചാമത്തെ പറയുകയാണെങ്കിൽ പ്രൊപ്രാനലോൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നു പറയും. അപ്പോൾ അതുകൊണ്ട് പ്രൊപ്രാനലോൾ അമിതമായിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നൈറ്റ് മെയേഴ്സ്, ഉറക്കത്തിൽ ഭീകര സ്വപ്നങ്ങൾ കാണാം, ഡേ ഡ്രീമിംഗ് ഉണ്ടാകാം. ദെൻ അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻ ഈവൻ കോസ് സീഷേഴ്സ് ഉണ്ടാക്കാം, സീഷേഴ്സ് വരെ ഉണ്ടാകും. സോ അഡ്വേഴ്സ് എഫക്റ്റ് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം മീ, തൈമോൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.